വോളിയം? മാസ് നമ്പറിനെയാണ് മാസിനെയാണ് വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. മാസ് ഇൻക്രീസ് അടുത്ത ആള് മനസ്. ഓക്കെ, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. മാസ് കൂടുതലാണെങ്കിൽ അതിന് എന്താണെന്ന് നമുക്ക് പറയാം? വോളിയം കൂടുതലാണെന്ന് പറയാം. അപ്പൊ വോളിയത്തിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു, 4/3πr³ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്ന? എ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. ഇനി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് r³ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു, r0 a⁻⁴. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്രയാന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. വാല്യൂ എത്രയാന്നൊക്കെ ഓർമ്മയുണ്ടോ? 1.2 × 10⁻⁻15 അല്ലെങ്കിൽ 1.2 ഫെമറ്റോമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ റേഡിയസിന്റെ ഇക്വേഷൻ പഠിച്ചത്. ഇത് എന്തിന്റെ ഇക്വേഷനാ? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയസ് ഈസ് കമ്പോസ്ഡ് ഓഫ് വാട്ട്? എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫസ്റ്റ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ആ പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരെന്താ? ന്യൂക്ലിയോൺസ് അല്ലെ. ന്യൂക്ലിയസ് ഈസ് മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോൺസ്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് r = r0 a⁻⁴. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഡെൻസിറ്റി. അപ്പൊ ന്യൂക്ലിയസ് റേഡിയസ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഡെൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? റോ. റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, മാസ് എന്ന് പറയുമ്പോൾ മാസ് നമ്പർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് നമ്പർ എ ഇൻറ്റു, ന്യൂക്ലിയസിന്റെ കേസാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് മാസ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് നമ്പർ എ ഇൻറ്റു അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? അപ്പൊ മാസ് നമുക്ക് മാസിൽ കിടക്കുന്നു, നമ്മൾ അതിനെ ന്യൂക്ലിയസിന്റെ കേസ് ആവുകൊണ്ട് അറ്റോമിക് മാസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിനെ നമ്മൾ എങ്ങനെ എഴുതി? മാസ് നമ്പർ ആണ് എ എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ മാസ് നമ്പർ ഇൻറ്റു അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1/12 മാസ് ഓഫ് കാർബൺ 12th ആറ്റം. കാർബൺ 12th ആറ്റത്തിനെ റെഫറൻസ് ആക്കി എടുത്ത് നമ്മൾ പറയുന്നു 1/12 മാസ് ഓഫ് കാർബൺ 12th ആറ്റം. ഇനി വോളിയം ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ത് ഷേപ്പ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞ? ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ലെ. അപ്പൊ വോളിയം എന്തായിരിക്കും? ന്യൂക്ലിയസിന്റെ വോളിയം 4/3πr³. ഓക്കെ, ഇനി ആറിനെ നമുക്ക്, ആർ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് അല്ലേ. റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസ് ഇക്വേഷൻ എന്താ ഇപ്പൊ പഠിച്ചത്? r = 1/3. ഇതാണ് നമ്മൾ പഠിച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോ a × 1 AMU ഡിവൈഡഡ് ബൈ 4/3πr³. r³ പ്ലേസിൽ എന്ത് കൊടുക്കുക? r0 a⁻⁴ ഹോൾ ക്യൂബ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ ക്യൂബ് എന്ന് പറയുന്നത് ദിസ് ഇസ് കോമൺ ഫോർ ബോത്ത് ഓഫ് ദിസ് ടോപ്പ് അല്ലെ. നോക്കിക്കേ, ഈ ക്യൂബ് ശ്രദ്ധിക്കേ, ഈ ക്യൂബ് എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും കോമൺ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a × 1 AMU ഡിവൈഡഡ് ബൈ 4/3π r0 ക്യൂബ് a⁻⁴. ക്യൂബ് കട്ടായി. ബാക്കിയുള്ളത് a × 1 AMU ഡിവൈഡഡ് ബൈ 4/3πr0 ക്യൂബ്. ഓക്കെ, ഈ 3 ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി. a ഉണ്ട്, 3 × എയും എയും ക്യാൻസൽ ആയി. 3 × 1 AMU ഡിവൈഡഡ് ബൈ 4πr0 ക്യൂബ്. ഓക്കെ, എന്താ ചെയ്തതെന്ന് മനസ്സിലാക്കി ചെയ്യണേ, വെറുതെ പകർത്തി വെക്കരുത്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോട്ടോണിന്റെ ബേസ് ആക്കിയാ പറയുന്നത്. അപ്പൊ 1.6 × 10⁻27 ഡിവൈഡഡ് ബൈ 4 × 3 പൈയുടെ വാല്യൂ. വിവേകെ സംസാരിക്കല്ലേ. 3.14 × r0 1.2. അതായത് പ്രോട്ടോൺ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാ പറയുന്നത്. പ്രോട്ടോണിന്റെ മാസ് ആയിട്ടാ പറയുന്നത്. 1.2 × 10⁻15
ക്യൂബ്. ഇത് ചെയ്ത് വരുമ്പോ നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 into 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതെന്ന് പറയുന്നത് ഇത്രയും ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നമുക്ക് ഇവിടം വരെ മതി. ഓക്കെ, ഇവിടെ വരെ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കുവാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കണം എന്ന് ചോദിക്കുമെങ്കിൽ മാത്രമേ ഇത്രയും പോയാൽ മതി. തൽക്കാലം ഇവിടം വരെ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചോ. നമ്മളിപ്പോ പഠിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയസിനെ പറ്റി പഠിച്ചു. എന്താണ് ന്യൂക്ലിയസ് എന്ന് പഠിച്ചു. ന്യൂക്ലിയസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോൺസ്, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ന്യൂക്ലിയസിന്റെ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് നമ്മൾ കണ്ടുപിടിച്ചു. റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. R is equal to R0 a raised to 1/3. ഇവിടെ വരെ എത്തിയായിരുന്നു പറഞ്ഞു. റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് എ എന്തായിരിക്കും? സാറോ ഒന്ന് പറഞ്ഞേ, എ എന്താ? മാസ് നമ്പർ. ഓക്കെ, അപ്പൊ റേഡിയസ് എന്ന് പറയുന്ന റേഡിയസിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? R0 a raised to 1/3. അപ്പൊ റേഡിയസ് കണ്ടുപിടിച്ചു. അടുത്ത ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിന് പകരം നമ്മൾ എന്തെന്ന് എഴുതി? മാസിനെ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയതാ. ന്യൂക്ലിയസിന്റെ കേസ് അല്ലേ, അപ്പൊ അറ്റോമിക് മാസ് യൂണിറ്റിലേക്ക് എഴുതാ. അതുകൊണ്ട് മാസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എ ഇൻറ്റു 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് എന്ത് ഷേപ്പാ? ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് വോളിയം എങ്ങനെ എഴുതാം? 4/3 πr³. ഇതില് R എന്ന് പറയുന്നത് എന്താ എഴുതിയേക്കുന്നതില്? റേഡിയസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ അത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ വരെ എഴുതാം. അത് എഴുതിയെടുത്തില്ലേലും ഏത് മെറ്റീരിയൽ വരുമ്പോ അതിലുണ്ട്, നോക്കിയാൽ മതി. ജസ്റ്റ് ഇവിടെ വരെ മതി. 1 AMU വെച്ചോണ്ടിരിക്കുന്ന എന്തിനാന്ന്? ഏത്? അറ്റോമിക് മാസ് യൂണിറ്റ്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ 12 എന്താ അതറിയത്തില്ലേ? 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അതപ്പോ അറ്റോമിക് മാസ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞേക്കാം. അപ്പൊ നമ്മളൊരു പ്രോട്ടോണിന്റെ മാസ് ആണ് അവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് അങ്ങനെ തന്നെ കാണിക്കണം ഇവിടെ വരെ. അങ്ങനെ ബിലാൽ എഴുതി കഴിയുമ്പോ പറയണേ. ഏത് ചാപ്റ്റർ വരെ ഉണ്ട്? ഏത് ചാപ്റ്റർ വരെ ഉണ്ട്? ഓക്കെ, അടുത്ത് കഴിഞ്ഞ കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മാസ് എനർജി റിലേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി അറിയാവുന്നതാ. ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ പ്രഡിക്ട് ചെയ്തത് ആരാ? ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷന്റെ ഇക്വേഷൻ എന്താ? ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു mc². അതിനെ പറ്റിയ ജസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ അറിയാം. ഈസ് ഈക്വൽ ടു mc².
ഓക്കെ, ഇപ്പൊ എനർജി എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ ജൂളിലേക്ക് മാറ്റാം? അറ്റോമിക് മാസ് യൂണിറ്റിലാണ് ഇപ്പൊ മാസ് തന്നിരിക്കുന്നത്, നമുക്ക് എനർജി അല്ല മാസ് തന്നിരിക്കുന്ന അറ്റോമിക് മാസ് യൂണിറ്റിലാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയപ്പോ കണ്ടില്ലേ, മാസിനെ നമ്മൾ എങ്ങോട്ട് മാറ്റി? മാസിനെ നമ്മൾ എങ്ങനെയാ എഴുതിയത്? A × 1 AMU എന്ന് എഴുതിയില്ല. അപ്പൊ ഒരു അറ്റോമിക് മാസ് യൂണിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അപ്പോ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? നേരത്തെ നമ്മൾ എഴുതിയത് 1.67 അല്ലെങ്കിൽ 66 × 10⁻27 ഇൻറ്റു c². c എന്ന് പറയുന്ന വാല്യൂ എത്ര? 3 × 10⁸ the whole square. അപ്പൊ എന്ത് വന്നു? 1.67 × 10⁻27 ഇൻറ്റു 9 × 10⁻16. ഓക്കെ, ഒന്ന് ചെയ്ത് സോൾവ് ചെയ്ത് എത്ര കിട്ടുമെന്നൊന്ന് നോക്കിക്കേ. ജൂൾ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണം എന്നില്ല, ജസ്റ്റ് എഴുതിയാൽ മതി. എങ്ങനെ കൺവേർട്ട് ചെയ്യണ്ടെന്നാ ഇത്? അത് നമ്മൾ എം ആയിട്ട് എടുക്കത്തില്ലേ, അറ്റോമിക് മാസ് യൂണിറ്റ്. 1 AMU നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയില്ലേ, 1 AMU ഈക്വൽ ടു എന്തെന്നാ എഴുതിയ? 1.67 × 10⁻27. അതാ കൺവേർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് എക്സാമിന് വരുന്നതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നില്ല. എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തു വരും. ഇത് 1.674 × 10⁻27 അങ്ങനെയുണ്ട് സംതിങ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ. അത് അങ്ങനെ പോകും. ഇനി നമുക്കിപ്പോ ഇത് ജൂളിനെ കിട്ടി. ഇനി ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുക? ഇപ്പൊ ഇത് ജൂളിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എനർജി, ഇപ്പൊ നമ്മുടെ എനർജി എന്ന് പറയുന്നത് E is equal to 1.66 × 9 × 10⁻11 ജൂൾ ആണെന്ന് വിചാരിക്കുക. 10⁻11 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഹൗ ക്യാൻ വി കൺവേർട്ട് ദിസ് ജൂൾ ടു ഇലക്ട്രോൺ വോൾട്ട്? എങ്ങനെ കൺവേർട്ട് ചെയ്യാം ഇലക്ട്രോൺ വോൾട്ട്? അതെ, ഡിവൈഡഡ് ബൈ 1.6 × 10⁻90 ചെയ്യാം. ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1.6 × 10⁻90 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന എനർജി നമുക്ക് എന്തിൽ കിട്ടും? എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺ വോൾട്ടിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് വരുമ്പോൾ ഏകദേശം 9.32 × 10⁸8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ 932 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇങ്ങനെ എഴുതാം. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോ എന്താ പറയാ, എനർജി ജൂൾസിൽ തന്നിട്ട് ഹൗ ക്യാൻ വി കൺവേർട്ട് ദിസ് ഇൻടു ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് വാല്യൂ തന്നിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് വാല്യൂ, കഥയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയാ വരുന്നതെന്ന്. 932 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, അത്രയൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, 1 മാർക്കിന് കാണാറുള്ളത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞതാ. നമുക്ക് പഠിക്കേണ്ടത് മാസ് എനർജി റിലേഷൻ ആണ് പഠിക്കേണ്ടത്. മാസ് എനർജി റിലേഷൻ എന്ന് പറയുമ്പോൾ E is equal to mc². ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ നിങ്ങളിവിടെ പഠിച്ചു വെക്കണം. എനർജി E is equal to E0 പ്ലസ് കൈനറ്റിക് എനർജി. ഈ ഇക്വേഷനും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. നോക്കിക്കേ, ഈ ഇക്വേഷൻ അറിയാല്ല, ഇത് ജസ്റ്റ് പഠിച്ചു പോകാൻ സിമ്പിൾ ആയി. ഫസ്റ്റ് ഇക്വേഷൻ അറിയാല്ല, E is equal to mc². സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to, എനർജിയുടെ തന്നെ ഇക്വേഷൻ ആണിതും. E is equal to E0 പ്ലസ് Ke, കൈനറ്റിക് എനർജി. E0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? E0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസ്റ്റ് മാസ് എനർജി, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ എനർജിയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? E0 എടുക്കുക. E0 ഈസ് ദ റെസ്റ്റ് മാസ് എനർജി. ഓക്കെ, അപ്പോ ഈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ എഴുതാം. E is equal to E0 ഞാൻ m0 c² പ്ലസ് കൈനറ്റിക് എനർജിന് K എന്ന് തന്നെ കൊടുക്കുക. ഇക്വേഷൻ 2 ഇത് മതി. Substituting the value of 1 in 2. Kinetic energy in terms of mass energy relation ആണ് ഈ പറയാൻ പോകുന്നത്. ഈയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. mc² ഈക്വൽ ടു
kinetic energy equal to ഓക്കെ. അതായത് ഐൻസ്റ്റീൻസ് എനർജി റിലേഷൻ ഇന്ന് നമുക്ക് എങ്ങനെ കൈനറ്റിക് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജി റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മാസ് എനർജി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മാസ് എനർജി റിലേഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. എഴുതല്ലേ ഞാൻ ഒന്ന് പറഞ്ഞു തന്നിട്ട് എഴുതിക്കോ. അപ്പൊ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. നോക്കിക്കോ, പഠിച്ചു പോയേക്കണേ. എഴുതി ഇത് എഴുതി കഴിഞ്ഞാ ഫുള്ള് ഒന്നുകൂടെ എഴുതേണ്ടി വരും കേട്ടോ കഴിഞ്ഞെങ്കിൽ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ. നമ്മളിപ്പോ നോട്ടില് ഡീറ്റെയിൽ ആയിട്ട് കൈനറ്റിക് നോട്ട് പ്രിന്റ് ആവുമ്പോ തരാം. ഓക്കെ, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ പറയാനായിരിക്കും പറയാം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് ഇക്വേഷൻ എന്താ വിവേക പറഞ്ഞ ഓർമ്മല്ലേ? E = mc². അതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. അപ്പൊ ഇതിനെയും കൈനറ്റിക് എനർജിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ E = mc². പിന്നെ ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ. സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടെ പറയാം, റെസ്റ്റ് എനർജി, അതായത് റെസ്റ്റ് മാസ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ്, അതിന് റെസ്റ്റ് മാസ് എനർജി ഉണ്ടാവും പ്ലസ് കൈനറ്റിക് എനർജി ഉണ്ട്. ഇതൊരു പുതിയ ഇക്വേഷൻ, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? E = mc² ആണെങ്കിൽ E0 എന്തായിരിക്കും? m0c². ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി വെച്ചു. പിന്നെ എന്ത് ചെയ്യുക? എനർജിയുടെ വാല്യൂ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനർജിയുടെ വാല്യൂ കൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തോന്ന്? mc² = m0c² പ്ലസ് കൈനറ്റിക് എനർജി. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? കൈനറ്റിക് എനർജിയുടെ ടേംസിലേക്ക് മാറ്റേണ്ടത്. സോ കൈനറ്റിക് എനർജി K = m0c² മൈനസ് mc². c² കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. പിന്നെ m0 എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റ് മാസ്. m എന്ന് പറഞ്ഞാൽ സാധാരണ ഒബ്ജക്റ്റിനുള്ള മാസ്. ഓക്കെ, അപ്പൊ m0 മൈനസ് m എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്? there is a difference in mass. മാസിലുള്ള ഡിഫറൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഡെൽറ്റ mc². ഒന്ന് എഴുതിക്കേ, ബോർഡിൽ നോക്കണ്ട. mc². ഓ അങ്ങനെ ശരിയാ. ഓക്കെ, വേഗം എഴുതണേ. ബോർഡിൽ നോക്കണ്ട. ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോളാം. ബോർഡിൽ നോക്കണ്ടേ, നോക്കാതെ എഴുതട്ടാ. നിങ്ങൾ ബോർഡിൽ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നോക്കാതിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഫുൾ കണക്ഷൻ പോകും, ചിലപ്പോ ലെഫ്റ്റ് ആയി പോകും. ബോർഡിൽ നോക്കാതെ എഴുതാൻ പറ്റുമോ പ്രണവേ? ഉണ്ട്. എന്നാ ഒന്ന് വേഗം എഴുതിക്കേ. അഭിനവിന് മാനസിന് ക്യാമറ ഇല്ല. അഭിനവിന് ക്യാമറ ഇല്ലടാ, ഓൺ ചെയ്. മാനസ് ഒരു ക്ലാസ്സിൽ വരും. ഇത് എഴുതിയെടുത്തായിരുന്നോ? ഇത്രയും ഇതിൽ ഒന്ന് ബോക്സ് ചെയ്ത് എഴുതി വെച്ചോ. എനർജി ഇൻ 1 AMU അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. എനർജി ഇൻ 1 AMU. ഇതിപ്പോ തന്നിരിക്കുന്ന എന്ത് ടേംസിലാണ് തന്നേക്കുന്നത്? മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ. ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? 9.32 × 10⁸. ഓക്കെ, എനർജി ഇൻ 1 AMU ഇൻ ടേംസ് ഓഫ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ എവിടെ വരെ എഴുതാം? ഇവിടെ വരെ എഴുതാം ഇലക്ട്രോൺ വോൾട്ട്.
കഴിഞ്ഞ ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മാസ് ഡിഫക്റ്റ്. ഇവിടെ നിന്നായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ശ്രദ്ധിക്കാം, മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എൻട്രൻസ്, ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കാം. മാസ് ഡിഫക്റ്റ് പറയാൻ പോകുന്നത്. നമ്മള് ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? ന്യൂക്ലിയസ് ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ അല്ലെ? ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഓക്കെ, ബേസ് ആയിട്ട് മാസ് ഡിഫക്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസ്, ഓക്കെ, അല്ലെങ്കിൽ മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ന്യൂക്ലിയോൺസ് ആണെങ്കിൽ, അതായത് ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്തുകൊണ്ട്? ന്യൂക്ലിയോൺസ് കൊണ്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മാസ് ഓഫ് ജസ്റ്റ് ഞാൻ വരച്ച് മനസ്സിലാവാൻ പറയുന്നുള്ളൂ, അങ്ങനെ ആലോചിക്കല്ലേ. മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സം ഓഫ് ഓൾ ന്യൂക്ലിയോൺസ്, അതായത് ന്യൂക്ലിയോൺസിന്റെ മാസിനേക്കാളും കുറവാണ്. അതായത് കുറവെന്ന് പറയുമ്പോൾ വലിയ കുറവൊന്നും ഉണ്ടാവില്ല. ന്യൂക്ലിയോൺസ് കൊണ്ടായിരിക്കും എന്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ലോജിക്കലി ചിന്തിക്കാം ഇതിന്റെ മാസ് തന്നെ ആയിരിക്കും അതിനുണ്ടാവുക. പക്ഷേ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സം ഓഫ് ഓൾ ന്യൂക്ലിയോൺസ്. മാസ് ഓഫ് സം ഓഫ് ഓൾ ന്യൂക്ലിയോൺസ് ആണെങ്കിൽ അവിടെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരുവാണെന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ പറയുന്ന ആ ഡിഫറൻസ് ഇൻ മാസിനെ നമ്മൾ പറയുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. എത്ര ഡിഫറൻസ് വരുമെന്ന് അപ്പൊ ഇമാജിൻ ചെയ്യാം. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവത്തില്ല. എന്താ പറയാ? മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മാസ് ഓഫ് സം ഓഫ് ഓൾ ന്യൂക്ലിയോൺസ് കമ്പൈൻഡ് ടു മേക്ക് ദിസ് ന്യൂക്ലിയസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അത് കുറവാണെങ്കിൽ, മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മാസ് ഓഫ് ന്യൂക്ലിയോൺസ് ആണെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് എ മാസ് ഡിഫറൻസ് അവിടെ വരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയും. അതിന്റെ ഒരു ഇക്വേഷന് സ്ലൈറ്റ് ഡിഫറൻസ് അങ്ങനെ ഉണ്ടാവും. അത് എക്സ്പെരിമെന്റലി വെരിഫൈഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അത് നമ്മളിപ്പോ അതാ പറഞ്ഞ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അങ്ങനെ വരത്തില്ല. ന്യൂക്ലിയോൺസ് ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലേക്കായിരിക്കും നമ്മൾ പോകുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എക്സ്പെരിമെന്റലി ചിലപ്പോൾ വെരിഫൈ ചെയ്തപ്പോൾ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. അത് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ദ മാസ് ഓഫ് ന്യൂക്ലിയസ് is less than the sum of mass of nucleus is less than the sum of mass of all nucleons making it this difference in mass is called mass defect. This difference in mass is called mass defect. Okay, ഇനി നമുക്കൊരു ഇക്വേഷൻ കൂടി ഇതിൽ പഠിക്കാനുണ്ട്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായല്ലോ എന്താ പറയുന്നത്? മാസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ ആദ്യം തന്നെ മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ന്യൂക്ലിയസും വരുന്നുണ്ട്. ആരൊക്കെ? രണ്ടുപേരും ഇതിൽ വരുന്നത്? ന്യൂക്ലിയസും വരുന്നുണ്ട്, ന്യൂക്ലിയോൺസും വരുന്നുണ്ട്. മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത്? ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ഓൾ ന്യൂക്ലിയോൺസ് മേക്കിംഗ് ഇറ്റ്. സ്റ്റേറ്റ്മെന്റ് കിട്ടിയാ പെട്ടെന്ന് പഠിച്ചു പോകാനാ പറയുന്നത്. ഒന്ന് പറഞ്ഞേ. മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ലെസ് ദാൻ ദ മാസ് ഓഫ് ഓൾ ന്യൂക്ലിയോൺസ്, സം ഓഫ് ഓൾ ന്യൂക്ലിയോൺസ് മേക്കിംഗ് ഇറ്റ്. ആ ഒരു ഡിഫറൻസിന് നമ്മൾ പറയുന്നവരാണ് മാസ് ഡിഫക്റ്റ്. ഇനി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതും ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടും. ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഓക്കെ, ഇനി പ്രോട്ടോണിന്റെ മാസ് നമുക്ക് എങ്ങനെ എഴുതാം? ജ്യോതിസ് ഒന്ന് പറഞ്ഞേ. വാല്യൂ അല്ല, പ്രോട്ടോണിന്റെ മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? MP എന്ന് എഴുതാം, മാസ് ഓഫ് പ്രോട്ടോൺ. ഓക്കെ, ഇനി അപ്പൊ ഇസെഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇസെഡ് ഇൻറ്റു MP എന്ന് എഴുതി. ഇക്വേഷൻ പറയുന്ന വഴിയാ ഞാൻ പറയുന്ന ഒരൊറ്റ സ്റ്റെപ്പിൽ ഇക്വേഷൻ പറയാം, പക്ഷെ ആലോചിച്ച് വെക്കാൻ വേണ്ടിയാ പറയാ. പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. ഓക്കെ, പ്രോട്ടോണിന്റെ മാസിനെ ഞാൻ എങ്ങനെ എഴുതി? ഇസെഡ് MP എന്ന് എഴുതി. MP എന്ന് എഴുതി. ഇസെഡ് നമ്പർ ഓഫ് ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ എഴുതി? ഇസെഡ് MP എന്ന് എഴുതി. പ്ലസ് ഇനി N എന്ന് പറഞ്ഞാൽ എന്താ? N എന്താ? ന്യൂട്രോൺ. ന്യൂക്ലിയസ് ഈസ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ, റൈറ്റ്?
അപ്പൊ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്രോൺ ഒരു എലമെന്റ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ എയും ഉണ്ട് ഇസെറ്റും ഉണ്ട്. എ എന്ന് പറയുന്നത് എന്താ? അഞ്ച്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു എലമെന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ എന്ന് പറയുന്നത് എന്താ? ഇസെറ്റ് എന്ന് പറയുമ്പോ എന്താ? ഇസെറ്റ് എന്താ? അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ ന്യൂട്രോണിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്രോൺ, അതായത് ഒരു എലമെന്റ് തന്നിരിക്കാന്ന് വിചാരിക്കും, ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നിരിക്കാന്ന് വിചാരിക്കും. ന്യൂട്രോണിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇപ്പൊ 16 - 7 ചെയ്യുക. അതുപോലെ ന്യൂട്രോണിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ഇസെറ്റ് എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ ഞാൻ എങ്ങനെ എഴുതാം? ന്യൂട്രോണിനെ ഞാൻ ഇങ്ങനെ എഴുതണേണ്, എ മൈനസ് ഇസെറ്റ് ഇൻറ്റു എന്തെന്ന് എഴുതാം നമുക്ക്? മാസ് ഓഫ് ന്യൂട്രോൺ. മാസ് ഓഫ് ന്യൂട്രോണിനെ ഞാൻ എം എൻ എന്ന് കൊടുത്ത്. ഇത് മനസ്സിലായി? ഇനി ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. ഡെൽറ്റ എം ഈക്വൽ ടു ഇസെറ്റ് എം പി പ്ലസ് എ മൈനസ് ഇസെറ്റ് ഇൻറ്റു എം എൻ മൈനസ് എം. ഇതാണ് ഇക്വേഷൻ. ഡെറിവേഷന് ഒന്നും പഠിക്കാനില്ല. സ്റ്റേറ്റ്മെന്റ് വാട്ട് ഈസ് മാസ് ഡിഫെക്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, ഡയറക്റ്റ് ഈക്വേഷൻ പഠിക്കുക. ഭയങ്കര ചെറിയ ചാപ്റ്ററാ, വലിയ മാർക്കൊന്നും ഇതിൽ നിന്ന് വരത്തൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇതെന്ന് പറയുന്ന മാസ് ഓഫ് ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള മാസ് ഓഫ് ദ ന്യൂട്രോണിന്റെ മാസും പ്രോട്ടോണിന്റെ മാസും. മനസ്സിലായോ? ചെറിയ ടോപ്പിക്കാണ്, വെറുതെ മാർക്ക് കളയരുത്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അതാ ഞാൻ പറയുന്നത്, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അങ്ങോട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോയേക്ക്, വലുതായിട്ട് വരത്തില്ല. പിന്നെ മാർക്ക് വരുന്ന ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ, ആറ്റത്തിൽ നിന്ന് ന്യൂക്ലിയസിൽ നിന്നും കൂടെ ചെറിയ മാർക്കിനെ ചോദിക്കുള്ളൂ. പഠിച്ചങ്ങ് പോയേക്ക. ഡെറിവേഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് പഠിക്കാതെ ഇരുന്ന് മാർക്കും കളയരുത്. മാസ് ഡിഫെക്റ്റിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ ഡെൽറ്റ എം. മാസ് ഡിഫെക്ട് എന്താന്നാ പറഞ്ഞേ? സാറ പറഞ്ഞ മാസ് ഡിഫെക്ട് ന്യൂക്ലിയോൺസ് മേക്കിംഗ് ഇറ്റ്. ഓക്കെ, ഇക്വേഷൻ നോക്കിക്കേ. ഇനി ഡെൽറ്റ എം ഈക്വൽ ടു ഞാൻ ചോദിക്കോട്ടാ, ഇസെറ്റ് എം പി. ഇസെറ്റ് എന്ന് പറയുന്നത് എന്താ? ഇസെറ്റ് എന്ന് പറയുമ്പോ എന്താ? അറ്റോമിക് നമ്പർ. ഓക്കെ, എം പി എന്ന് പറയുമ്പോ എന്താ? മാസ് ഓഫ് പ്രോട്ടോൺ. എ മൈനസ് ഇസെറ്റ് എന്ന് പറയുന്നത് എന്താ? ന്യൂട്രോൺ. മാസ് ഓഫ് ന്യൂട്രോൺ പ്ലസ് മൈനസ് എം. ഓക്കെ, എഴുതിക്കോ. ഇക്വേഷൻ എടുത്തൊന്ന് എഴുതി ബോക്സ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ലേ? നോക്കിക്കേ, ഈ ഡിഫറൻസ് ഇതെന്ത്? ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ, ബിലാലെ ശ്രദ്ധിച്ചേ. നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സം ഓഫ് ന്യൂക്ലിയോൺസ് മേക്കിംഗ് ഇറ്റ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ. അവരുടെ രണ്ടിന്റെയും മാസിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മാസ് ഡിഫെക്ട് എന്ന് പറയാ. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ആരുടെ മാസാ? ന്യൂക്ലിയസിന്റെ മാസ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഇത്രയും എഴുതിയിരിക്കുന്ന പോർഷൻ ആരുടെ മാസാ? ന്യൂക്ലിയോണിന്റെ മാസ്. ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആ? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ അല്ലെ? അപ്പൊ ഇതെന്താ എഴുതിയേക്കുന്നത്? ഇസെറ്റ് എന്ന് പറയുന്നത് എന്താ? അറ്റോമിക് നമ്പർ ഓർ പ്രോട്ടോൺ, നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ. ഓക്കെ, അപ്പൊ ഇസെറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇസെറ്റ് ഇൻറ്റു എം പി. ഓക്കെ, മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ന്യൂട്രോണിന്റെ മാസ്. അപ്പൊ എ മൈനസ് ഇസെറ്റ് എന്തുണ്ട്? അത്രത്തോളം ന്യൂട്രോൺസ് ഉണ്ട്. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ഈ പോർഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂക്ലിയോൺസും ഈ പോർഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള ആ ഒരു ചെറിയ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് മാസ് ഡിഫെക്ട്. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലാക്കി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരണം. ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം, മനസ്സിലാക്കി എഴുതിയത്. സിമ്പിൾ ടോപ്പിക് ഒന്നും ആലോചിക്കുക. ഈ ടേംസ് പഠിച്ചു വെക്കാനുള്ള പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിൽ തന്നെ ആലോചിക്കുക. രണ്ട് ടേംസ് ഉണ്ട്, മാസ് ഓഫ് ന്യൂക്ലിയസും ഉണ്ട്, മാസ് ഓഫ് ന്യൂക്ലിയോൺ ഉണ്ട്. ന്യൂക്ലിയോൺ ഇസ് എ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ പ്രോട്ടോൺ അപ്പൊ തന്നെ എഴുതാം. മാസ് ഓഫ് ന്യൂക്ലിയസ് നമ്മൾ ക്യാപിറ്റൽ എം എന്ന് എഴുതി, അത് അവിടെ നിൽക്കട്ടെ. മാസ് ഓഫ് പിന്നെ അടുത്തത് ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ പ്രോട്ടോണും വരും ന്യൂട്രോണും വരും. പ്രോട്ടോണിന്റെ മാസ് എം പി ആണ്. പ്രോട്ടോണിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇസെറ്റ്. അപ്പൊ ഇസെറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺ, അതിന്റെ മാസിന് നമ്മൾ ഇസെറ്റ് എം പി എന്ന് എഴുതി. പ്ലസ് പിന്നെ ന്യൂട്രോണിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ മൈനസ് ഇസെറ്റ് ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂട്രോൺ എന്താ? എം എൻ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. മാസ് ഓഫ് ന്യൂക്ലിയോൺ മൈനസ് എം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ്
ന്യൂക്ലിയസ്. ഇവരുടെ ആ ഒരു ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം. അതായത് സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, അതേ കൺസെപ്റ്റ് അനുസരിച്ച് ഒന്ന് എഴുതി നോക്കുക, അപ്പൊ കിട്ടും. ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ന്യൂട്രോണിന്റെ മാസ് ഇത് തന്നെ 1.6 × 10⁻⁻27 തന്നെ. മാസ് ഡിഫക്റ്റ് അടുത്തത് കഴിയുമ്പോ പറയണേ. എന്താടാ ചോദിച്ചോ. എന്താ എനിക്ക് മനസ്സിലായി. അഭിനവ് പറഞ്ഞോ. ഓക്കെ, അടുത്ത എഴുതിക്കോ. മാസ് ഡിഫക്റ്റ് ഈസ് ടേക്കൻ ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്. ആ പോയിന്റ് എഴുതിയാ. മാസ് ഡിഫക്റ്റ് ഈസ് ടേക്കൻ ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി നിന്റെ മാത്രം കണ്ടാ മതി കേട്ടാ, വിവേകിനെ വേണ്ട. വിവേക് ഇവിടെ ഉണ്ട്. Mass defect is taken in atomic mass unit. Mass defect is taken in atomic mass unit. Okay, അടുത്തത് binding energy. Okay, binding energy. Binding energy എന്ന് പറയുമ്പോൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ന്യൂക്ലിയസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയോൺസ്, അതായത് ന്യൂക്ലിയോൺസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ന്യൂക്ലിയോൺസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ജോയിൻ ചെയ്താണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയോൺസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എനർജി, അതിന് നമ്മൾ പറയുന്ന പേരാണ് ബൈൻഡിങ് എനർജി. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ഓൾ ദ ന്യൂക്ലിയോൺ ഫ്രം ദ ന്യൂക്ലിയസ്. കിട്ടിയാ? എന്താ ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയസ് ഇസ് കമ്പൈൻഡ് ഓഫ്, എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയോൺസ് കൊണ്ട്. ന്യൂക്ലിയോൺസ് ജോയിൻ ചെയ്തിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്തിന്റെ ഉള്ളിലായിരിക്കുന്നത്? കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ എന്താ പഠിച്ച? ആറ്റം. ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സെന്ററിലായിട്ട് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയാ? ന്യൂക്ലിയസിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് വന്നു. ന്യൂക്ലിയസ് ഇസ് മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ് ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജി, എമൗണ്ട് ഓഫ് എനർജിനെ പറയുന്ന പേരാണ് ബൈൻഡിങ് എനർജി. അതിനെ ഡിനോട്ട് ചെയ്യുന്ന എന്താ? ഡെൽറ്റ ഇ ബി. ഇ എന്ന് പറഞ്ഞാൽ എന്താ? എനർജി. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബൈൻഡിങ് എനർജി. ഓക്കെ, എഴുതിക്കോ. ദ എമൗണ്ട് ഓഫ് എനർജി, ചെറിയ ഡെഫിനിഷനും ഒരു ഇക്വേഷനും അത്രേ പഠിക്കാനുള്ളൂ. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ്, amount of energy required to separate all the nucleons from the nucleus. Amount of energy required to separate all the nucleons from the nucleus. ഇത്രേ ഉള്ളൂ. അതായത് ഇതെന്താ? നേരത്തെ ഈ ഇക്വേഷൻ എന്താ? ഈ ഇക്വേഷൻ എന്താ നോക്കിക്കേ. ZnB plus A minus Z into Mn minus M. അതിന്റെ കൂടെ ഒരു C സ്ക്വയറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തിന്റെ ഇക്വേഷൻ ആയി? ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനെ. വല്ല ബുദ്ധിമുട്ടുണ്ടാ പഠിക്കാൻ? ജസ്റ്റ് ഒരു C സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഡെൽറ്റ ഇ ബി ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽറ്റ എം ഇൻറ്റു C സ്ക്വയർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബൈൻഡിങ് എനർജി.
കൺഫ്യൂസ് ഒന്നും ആവില്ല. എനർജി ഇൻ 1 AMU എന്താ വാല്യൂ? എനർജി ഇൻ 1 AMU വാല്യൂ എന്താ? 1 AMU എനർജി ഇൻ 1 AMU. ഇപ്പൊ ബുക്ക് മറിച്ച് നോക്കിയ ബോക്സ് എഴുതി വെച്ച് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 32 ആണോ? 31 അല്ലേ പറഞ്ഞ? 32 31 ആക്കിക്കോ, 31 ആക്കിക്കോ. ഡെൽറ്റ ഇ ബി ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതും കൂടെ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചോ. ഇത് മാത്രം പഠിച്ചു. ആ, അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഫുൾ കാൽക്കുലേഷൻ ചെയ്തില്ല, ഞാൻ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എഴുതി തന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഏകദേശം ആ റേഞ്ച് പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പോ ബൈൻഡിങ് എനർജി എന്താ പറയാ? അത് നമ്മൾ 1 AMU എഴുതി വരുമ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് സി സ്ക്വയർ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. നമ്മൾ നേരത്തെ എടുത്ത പോലെ സി സ്ക്വയറിന് വാല്യൂ എടുക്കുക 3 × 10⁻⁸. അത് കൺവേർട്ട് ചെയ്തില്ലേ? അത് കൺവേർട്ട് ചെയ്ത് മെഗാ ഇലക്ട്രോൺ വോൾട്ട് കാണിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ വരെയാ വേണ്ടത്. ഇതും നോക്കാം. ബൈൻഡിങ് എനർജി, വാട്ട് ഈസ് ബൈൻഡിങ് എനർജി? ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുക കേട്ടോ. സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. വാട്ട് ഈസ് ബൈൻഡിങ് എനർജി? എന്താ ബൈൻഡിങ് എനർജി ഒന്ന് പറഞ്ഞേ. The amount of energy required to separate all the nucleons from the nucleus. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈൻഡിങ് എനർജി. ഈ ഇക്വേഷനും കൂടെ ഒന്ന് എഴുതിയെടുത്തു. ഈ രണ്ട് ഇക്വേഷൻ 9 × 3 × 10⁸ ആണ്. അതിനെ നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അതായത് എനർജി ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ എഴുതി കാണിക്കുക. ഈ എനർജീനെ നമുക്ക് മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇതും കൂടുതൽ സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും നോക്കണ്ട. നമുക്ക് തൽക്കാലം ബൈൻഡിങ് ഇത് നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. അതായത് ഈ വാല്യൂ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ബൈൻഡിങ് എനർജി എന്താന്ന് നോക്കുക, ആൻഡ് ഓൾസോ ഇക്വേഷനും കൂടെ നോക്കി വെക്കാം. അടുത്തത് ഒരെണ്ണം എഴുതിക്കോ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇപ്പൊ എഴുതിയത് ബൈൻഡിങ് എനർജി, അടുത്തത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഓക്കെ, അപ്പോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അതേ ഉള്ളൂ. അതായത് ഈ ഡെൽറ്റ ഇ ബിയുടെ കൂടെ ഒരു എ വരും, അത്രേ ഉള്ളൂ. അതാണ് ആ ഇക്വേഷൻ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി എന്താ വിവേക് പറഞ്ഞേ? എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് all the nucleons from the nucleus. Binding energy per nucleon എന്ന് പറയുമ്പോൾ എന്ത് പറയും? It is the ratio of total binding energy of the nucleus to the number of nucleons. എഴുതിക്കോ. It is the ratio binding energy per nucleon. Binding energy per nucleon. It is the ratio of binding energy per nucleon. It is the ratio of total binding energy of nucleus. It is the ratio of total binding energy of nucleus to the total number of nucleons. It is the ratio of total binding energy of nucleus to the total number of nucleons. അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ബി ബാർ എന്ന് കൊടുത്താൽ മതി. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇ ബി അല്ലെങ്കിൽ ഡെൽറ്റ ഇ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബൈൻഡിങ് എനർജി. അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പൊക്കത്ത് ഒരു ലൈൻ കൊടുക്കുക, ഒരു ബാർ ഇടുക. അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈക്വൽ ടു ഡെൽറ്റ ഇ ബി ബൈ എ അല്ലെങ്കിൽ ഇ ബി ബൈ എ. ആ ഇക്വേഷൻ അങ്ങനെ തന്നെ ഒന്ന് എഴുതി വെച്ചോ. ഡെൽറ്റ total binding energy of nucleus to binding energy of number of nucleon.
ഡെൽറ്റ ഇ ബി എന്നിട്ടാലും ഇ ബി എന്നിട്ടാലും പ്രശ്നമില്ല. കഴിയുമ്പോ പറയണേ. ഓക്കെ, അടുത്തത് ബൈൻഡിങ് എനർജി കർവ്. ഹെഡിങ് കൊടുത്തോ, ബൈൻഡിങ് എനർജി കർവ്. ഇത് ബൈഹാർട്ട് പഠിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി പറയുന്ന ടോപ്പിക്, അതായത് ബൈൻഡിങ് എനർജി കർവ്, ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ, അതിൽ നിന്നും പിന്നെ മാസ് ഡിഫക്റ്റ്, ഇവിടെ നിന്നായിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുക. അതിനു മുമ്പ് പഠിച്ചതെല്ലാം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. വരക്കണം. ഞാൻ വരച്ചാൽ മതിയേ. വരച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ റഫായിട്ട് വരച്ചാലും മതി. മെറ്റീരിയൽ തരുമ്പോ അതിലുണ്ടാവും, നോക്കി പഠിച്ചാൽ മതി. ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഇപ്പൊ. എന്തോ 8.8 8.8 10 അത് നിനക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ, കുഴപ്പമില്ല സ്കെയിൽ.
ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് വരക്കാതാ നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, അപ്പൊ മനസ്സിലാവും. ആ ഇപ്പൊ തീരും. ഫിഷനും ട്യൂഷനും ഇതിലൊപ്പം തന്നെ പറഞ്ഞു പോവാം. പിന്നെ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും. ഇത് തീർക്കണ്ടേ ചാപ്റ്റർ? നോക്കട്ടെ. റഫായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു വെച്ചേ. റഫായിട്ട് മതി തൽക്കാലം. ഓക്കെ, പറഞ്ഞോട്ടെ. വരച്ചു കഴിഞ്ഞാ NI നിക്കൽ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. കഴിഞ്ഞ വരച്ചു കഴിഞ്ഞ പറയണ്ടേ? ഞാൻ വരച്ചു കഴിഞ്ഞാൽ നിർത്തിക്കണായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ, ഇതാണ് ബൈൻഡിങ് എനർജി കർവ് എന്ന് പറയുന്നത്. ബൈൻഡിങ് എനർജി എന്താന്ന് നമ്മൾ പഠിച്ചു. ബൈൻഡിങ് എനർജി എന്താന്നാ പഠിച്ചേ? ബൈൻഡിങ് എനർജി എന്താ? ബൈൻഡിങ് എനർജി മിണ്ടല്ലേ ഞാൻ തീരാതെ വിടത്തില്ലട്ടാ. സിമ്പിൾ ആണ്, ജസ്റ്റ് പഠിച്ചത്. സിമ്പിളാ, വേഗം നോക്കിയാൽ ഗ്രാഫ് വലിയ പണിയൊന്നും അല്ല, ജസ്റ്റ് നോക്കിയാൽ കിട്ടും. ബൈൻഡിങ് എനർജി എന്താന്ന് നമ്മൾ പഠിച്ചേ? എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ഓൾ ദ ന്യൂക്ലിയോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ഇവിടെ നമ്മൾ വരച്ചേക്കുന്ന ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വേഴ്സസ് മാസ് നമ്പർ, അങ്ങനെ ഒരു ഗ്രാഫ് ആണ് നമ്മൾ വരച്ചേക്കുന്നത്. ഉള്ള എലമെന്റ്സിനെ എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബൈൻഡിങ് എനർജി എന്താ ചെയ്യുന്നത്? ബൈൻഡിങ് എനർജി ചെയ്യുന്നത് ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുവാണ് ഈ ബൈൻഡിങ് എനർജി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ,
കുറെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എച്ച് എന്താ? ഹൈഡ്രജൻ, ലിഥിയം, ഹീലിയം, കാർബൺ, ഓക്സിജൻ, അയൺ, നിക്കൽ, യുറാനിയം, ഇങ്ങനെ കുറെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഈ ഗ്രാഫിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എല്ലാം ലൈറ്റർ എലമെന്റ്സ്. കണ്ടോ? ഹൈഡ്രജൻ തന്നെ ഐസോട്ടോപ്പ്, ലിഥിയം, ഇതെല്ലാം ലൈറ്റർ എലമെന്റ്സ്. ലൈറ്റർ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത് കണ്ട ലെസ് ദാൻ. ഈ ഹൈഡ്രജൻ നോക്കിക്കേ, ഹൈഡ്രജൻ എലമെന്റ്സിന്റെ എല്ലാം, അതായത് ഐസോട്ടോപ്പിന്റെ എല്ലാം മാസ് എന്ന് പറയുന്നത് എങ്ങനെയാ? മാസ് എത്രയാ? 3,2. അപ്പൊ ലെസ് ദാൻ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, ഇവർക്ക് ബൈൻഡിങ് എനർജി കുറവാ. ഓക്കെ, ബൈൻഡിങ് എനർജി കുറവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചേക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈൻഡിങ് എനർജി കർവ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ, ഏത് എലമെന്റിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. എലമെന്റ്സിന്, മാസ് കുറഞ്ഞ എലമെന്റ്സിന് ബൈൻഡിങ് എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അവർ സ്റ്റേബിൾ ആയിരിക്കുമോ? ഇല്ല, സ്റ്റേബിൾ ആയിരിക്കില്ല, സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. പിന്നെ കുറച്ചുകൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എന്താ? ഈ ലിഥിയത്തിനൊക്കെ എന്താ? അതേ അവസ്ഥ തന്നെയാ, വലിയ ബൈൻഡിങ് എനർജിയിൽ വലിയ ചേഞ്ച് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരും സ്റ്റേബിൾ അല്ല. അപ്പൊ പിന്നെ നമ്മൾ പറയുമ്പോൾ ഏകദേശം ഒരു 50 റേഞ്ചിൽ വരുമ്പോ, 50യുടെ റേഞ്ചിൽ വരുന്ന ഈ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും ഏത് എലമെന്റ്സ് ആണ് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. Fe, ഹീലിയം, കാർബൺ അല്ല, Fe. ഇവരൊക്കെ കേർവ് ആയിട്ടാണ് വന്നേക്കുന്നത്. സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ ഒരു ഗ്രാഫ് ഞാൻ വരച്ചെന്ന് വിചാരിക്കും, ഗ്രാഫിന്റെ സ്റ്റേബിൾ പൊസിഷൻ. അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സ്റ്റേബിൾ പൊസിഷനിൽ നിൽക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? Fe, അയണും നിക്കലും ആണ് സ്റ്റേബിൾ പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പൊ അതായത് ഇപ്പൊ 30ക്കും 60ക്കും ഇടയിലുള്ള എലമെന്റ്സ്, മാസ് നമ്പർ 30യുടെയും 60യുടെയും ഇടയിലുള്ള എലമെന്റ്സ് ആണെങ്കിൽ അവർക്ക് ബൈൻഡിങ് എനർജി കുറവാണെങ്കിലും അവരെന്ത്? ബൈൻഡിങ് എനർജി ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അവർ മാക്സിമം എത്തും. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വരച്ച കേസിൽ അയണും നിക്കലും ആണ് എങ്ങനെയായിട്ട് നിൽക്കുന്നത്? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ഈ എലമെന്റ്സിന്റെ മാസ് നമ്പർ എങ്ങനെയാ? ഇതിന്റെ മാസ് നമ്പർ എങ്ങനെയാ? മാസ് നമ്പർ കുറവാകുമ്പോൾ ബൈൻഡിങ് എനർജി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇവർക്ക് മാസ് നമ്പർ കുറവാണ്, ബൈൻഡിങ് എനർജി കുറവാണ്, സോ സ്റ്റേബിൾ അല്ല. ഇനി അയണും നിക്കലും എടുത്തു കഴിഞ്ഞപ്പോൾ അവര് സ്റ്റേബിൾ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ മാസ് നമ്പർ ഏകദേശം എങ്ങനെയാ വന്നേക്കുന്നത്? 56, 58. ആ റേഞ്ചിലുള്ള എലമെന്റ്സ്, റേഞ്ച് ഞാൻ നോട്ട് തരുമ്പോൾ തരാം. ആ റേഞ്ചിലുള്ള എലമെന്റ്സ് എങ്ങനെയാ നിൽക്കുന്നത്? സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നോക്കിക്കേ, യുറാനിയം. സ്റ്റെബിലിറ്റി വൈസ് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? മാസ് കുറഞ്ഞവര് സ്റ്റേബിൾ അല്ല. യുറാനിയത്തിന്റെ മാസ് നോക്കിക്കേ, ഏകദേശം എത്രയാ വന്നേക്കുന്നത്? 238 ആണ്. പക്ഷേ എന്നാലും അവരും സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ പൊസിഷനിൽ വന്നേക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത്, ജ്യോതിസ് ശ്രദ്ധിക്കട്ടെ, അയണും നിക്കലും ആണ് സ്റ്റേബിൾ പൊസിഷനിൽ വന്നേക്കുന്നത്. യുറാനിയത്തിന് ഹെവി മാസ് ആയതുകൊണ്ട് അത് എന്തല്ല? സ്റ്റേബിൾ അല്ല. പക്ഷേ ഈ ലിഥിയം, ഹൈഡ്രജൻ ഇവരൊക്കെ നോക്കിക്കഴിയുമ്പോൾ മാസ് കുറഞ്ഞതുകൊണ്ട് അവരെന്തല്ല? സ്റ്റേബിൾ അല്ല. മാസ് കൂടിയാലും സ്റ്റേബിൾ ആവത്തില്ല, മാസ് കുറഞ്ഞാലും സ്റ്റേബിൾ ആവത്തില്ല. ഒരു മിനിമം റേഞ്ചിൽ വന്നാൽ മാത്രമേ എന്ത് അറ്റൈൻ ചെയ്യുള്ളൂ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുള്ളൂ. അപ്പൊ മാസ് കുറഞ്ഞവർക്കും എന്തായിരിക്കും? സ്റ്റെബിലിറ്റി കുറവാണ്. മാസ് നന്നായിട്ട് കൂടിയ, യുറാനിയം എന്ന് പറയുമ്പോൾ ഹൈലി റിയാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ നല്ല മാസമുള്ള എലമെന്റ്. പക്ഷെ എന്നിരുന്നാലും അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാ നിൽക്കുന്നത്? കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ മാസ് കൂടിയാലും സ്റ്റെബിലിറ്റി കുറവായിരിക്കും, മാസ് കുറഞ്ഞാലും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അത് അറ്റൈൻ ചെയ്താൽ മാത്രമേ ആ എലമെന്റ്സിന് എന്ത് കിട്ടുള്ളൂ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നോക്കി കഴിയുമ്പോൾ അയണും നിക്കലും ഒക്കെ എല്ലാം എന്താ? സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത്. അപ്പോ ഇവര് ഈ പറയുന്ന എലമെന്റ്സ് സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യും? ഇവർക്ക് സ്റ്റേബിൾ ആവണം. ഇവരിപ്പോ സ്റ്റേബിൾ അല്ല, മാസ് കുറഞ്ഞതുകൊണ്ട് ഇവർ സ്റ്റേബിൾ ആണോ? അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, മാസ് കുറഞ്ഞതുകൊണ്ട് ഇവർ സ്റ്റേബിൾ അല്ല. അപ്പൊ ഇവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കുക. മാസ് കുറവാണ്, ഇപ്പൊ സ്റ്റേബിൾ അല്ല. അപ്പൊ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് കൂടി വരണം? മാസ് കൂടി വരണം അല്ലെ. അപ്പൊ മാസ് കൂടി വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈഡ്രജൻ, അതായത് H11 അല്ലെങ്കിൽ H12 ഇത് മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതേപോലത്തെ, അപ്പൊ ഇവരെ നമ്മൾ ലൈറ്റർ ന്യൂക്ലിയസ് എന്നാണ് പറയാറ്. അപ്പൊ ഇവര് ഈ ലൈറ്റ് എലമെന്റ്സ് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് ഏത് റേഞ്ചിലേക്ക് കൊണ്ടുവരും? മാസിനെ ഈ റേഞ്ചിലേക്ക് കൊണ്ടുവരും. അപ്പൊ 2 or more ലൈറ്റർ എലമെന്റ്സ് അല്ലെങ്കിൽ ലൈറ്റർ ന്യൂക്ലിയർ കമ്പൈൻ ടു ഫോം ഈ ഒരു ലെവലിലേക്ക് എത്തിക്കും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫ്യൂസ് ചെയ്യുക, 2-3 ലൈറ്റർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ റേഞ്ചിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇനി സെയിം പ്രോസസ് അവിടെ ഒന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആലോചിച്ച് പറയാ. ഇവിടെ ലൈറ്റർ ന്യൂക്ലിയൈ ആയതുകൊണ്ട് ഇവർക്ക് മാസ് കുറവാണ്, അപ്പൊ ഇവർ സ്റ്റേബിൾ അല്ല. സോ ഇവർ എന്ത് ചെയ്ത്? ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവിയർ ന്യൂക്ലിയൈ ആയി മാറി. ആ ഹെവിയർ ന്യൂക്ലിയയുടെ മാസ് എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണെങ്കിൽ അപ്പൊ അവരെന്തായി? അവർ സ്റ്റേബിൾ ആയി. ഇനി അപ്പുറത്തെ കേസ് നോക്കിക്കഴിയുമ്പോൾ യുറാനിയത്തിന് നല്ല മാസ് ഉണ്ട്, പക്ഷെ അത് സ്റ്റേബിൾ അല്ല. അപ്പൊ അതെന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഇവര് കമ്പൈൻ ചെയ്ത് 2 or more ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ടു ഫോം എന്ത് ചെയ്തു? ഹെവിയർ ന്യൂക്ലിയൈ ആയി. അവിടെ എന്തായിരിക്കും അപ്പൊ നടക്കുക?
ബ്രേക്ക് ആവും. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഹെവിയർ ന്യൂക്ലിയൈ സ്പ്ലിറ്റ് ആവും. 2 or more ലൈറ്റർ ന്യൂക്ലിയൈ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഈ റേഞ്ചിൽ മാസ് എത്തിക്കഴിയുമ്പോ എന്തായി? അവരും സ്റ്റേബിൾ ആയി. അപ്പൊ 2 or more ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻസ് ടു ഫോം എ ഹെവിയർ ന്യൂക്ലിയൈ. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിഷൻ ആണ്, ഫ്യൂഷൻ. ഇത്ര ആലോചിച്ചാൽ മതി. രണ്ടുപേരും ഫ്യൂസ് ചെയ്യുക, ഫ്യൂസ് ചെയ്തിട്ട് ഒരു എലമെന്റ് ആയിട്ട് മാറുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂഷൻ. ഇവിടെ എന്താ നടക്കുക? സ്പ്ലിറ്റിംഗ് ആണ്, ഫിഷൻ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ? ഹെവിയർ ന്യൂക്ലിയൈ സ്പ്ലിറ്റ് ഇൻടു 2 or more ലൈറ്റർ ന്യൂക്ലിയൈ ടു അറ്റൈൻ ദ സ്റ്റെബിലിറ്റി. അപ്പൊ ആ രണ്ട് പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇത് നമ്മൾ എന്തിനാ പഠിക്കുക? ന്യൂക്ലിയർ ഫിഷൻ. അപ്പൊ ഈ ന്യൂക്ലിയർ ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് നമ്മൾ ഗ്രാഫായിട്ട് ജസ്റ്റ് വരച്ച് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ലൈറ്റർ ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇവർ കമ്പൈൻ ചെയ്തിട്ട് ഹെവി ന്യൂക്ലിയൈ ആവും. അപ്പൊ ഈ കമ്പൈൻ ചെയ്യുന്ന ഈ പ്രോസസ് ഇല്ലേ, ഈ ടൈമിൽ കുറെ എനർജി റിലീസ് ആവും. മനസ്സിലായോ? അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ നടക്കുന്ന ഈ ഒരു ഹെവിയർ ന്യൂക്ലിയൈ സ്പ്ലിറ്റ് ആയത്, ഇപ്പൊ യുറാനിയം 23892 ഇത് സ്പ്ലിറ്റ് ആയിട്ട് 1 ന്യൂട്രോൺ പ്ലസ് അങ്ങനെ കുറച്ച് ഇതായിട്ട് എലമെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇപ്പൊ ബെറിലിയോ അങ്ങനെ എന്തോ സ്പ്ലിറ്റ് ആവും. ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് പഠിക്കും. അടുത്ത പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവും. ഈ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാ എവിടെയാ കേട്ടിരിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ഷൻ. പിന്നെ വേറെ നീ പറഞ്ഞ കറക്റ്റ്. ആറ്റം ബോംബ്. ആറ്റം ബോംബ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ആ, സ്പ്ലിറ്റ് ആവുന്നു. കണ്ട, സ്പ്ലിറ്റ് ആവുന്നു. ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. എന്ത് പ്രോസസ്സ്? സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ആവുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? എമൗണ്ട് ഓഫ് എനർജി, കുറച്ച് എമൗണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ സെയിം പ്രോസസ് ആണ് ഈ പറയുന്ന ആറ്റം ബോംബിലൊക്കെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഗ്രാഫ് ഇത് വരച്ചു കഴിഞ്ഞല്ല, ഇനി എഴുതിക്കോ, ഞാൻ നോട്ട് പറഞ്ഞുതരാം. ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അപ്പൊ എന്താ മനസ്സിലായല്ലോ? ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞേ, സാറൊക്കെ മനസ്സിലായതൊന്ന് പറഞ്ഞേ. ബൈൻഡിങ് എനർജി സ്റ്റെബിലിറ്റി ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഇതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ബൈൻഡിങ് എനർജി കർവ് വരച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതായത് കണ്ടതേ, ഇവിടത്തെ എലമെന്റ്സിനെ നമുക്ക് ബൈഹാർട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഹൈഡ്രജന്റെ ഐസോട്ടോപ്സ് 2-3 എണ്ണം കാണിക്കുക. അതായത് <3 വരെയുള്ള ഐസോട്ടോപ്സ് കാണിക്കുക. പിന്നെ ലിഥിയം, അതുപോലെ കാർബൺ. മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഇവരെ രണ്ടുപേരെയാണ്. അയൺ, നിക്കൽ, അതുപോലെ വേറെ എലമെന്റ്സ് വരുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് അയണിനും നിക്കലിനും ഓർത്തിരുന്നാൽ മതി. ഹെവിയർ ആയിട്ടുള്ള എലമെന്റ് ഏത് ഓർക്കുക? യുറാനിയം ഓർക്കുക. ഇതിന്റെ ഇടയിൽ വേറെ എലമെന്റ്സ് വരുന്നുണ്ട്, ഇവിടെയൊക്കെ എലമെന്റ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് 2-3 എണ്ണം പഠിച്ചു വെച്ചിട്ട് ഗ്രാഫ് വരക്കുക. ഈ ലൈറ്റർ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? വിവേക് പറഞ്ഞേ. ലൈറ്റർ എലമെന്റ്സ് മീൻസ് മാസ് കുറഞ്ഞ എലമെന്റ്സ്, <3 അല്ലെങ്കിൽ <7. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് മാസ് കുറവാണ്. മാസ് കുറഞ്ഞ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താന്ന് ചോദിക്കുമ്പോൾ മാസ് കുറവാണ്. ഓക്കെ, ബൈൻഡിങ് എനർജി കുറവായിരിക്കും. ബൈൻഡിങ് എനർജി കുറവായിരിക്കും എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? അവർ സ്റ്റേബിൾ ആണോ? അല്ല, ദേ ആർ നോട്ട് സ്റ്റേബിൾ. അപ്പൊ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, അവർ എന്താ ചെയ്യുക? ഫ്യൂസ് ചെയ്ത്, ലൈറ്റർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറും? ഹെവിയർ ന്യൂക്ലിയൈ ആയിട്ട് മാറും. ആ ഹെവിയർ ന്യൂക്ലിയയുടെ റേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ വരും. ഓക്കെ, അപ്പൊ അത് സ്റ്റേബിൾ ആയി. ഇവിടെ നടക്കുന്ന പ്രോസസ് ജ്യോതിസ് പറയും, ഫിഷൻ നടക്കും. അതെന്താണ്? ഇവിടെ മാസ് ഗ്രേറ്റർ ആണെങ്കിലും ബട്ട് അത് സ്റ്റേബിൾ അല്ല. അപ്പൊ അത് എന്ത് ചെയ്യും? അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റർ ന്യൂക്ലിയൈ ആയിട്ട് മാറും. ആ ലൈറ്റർ ന്യൂക്ലിയൈ ഈ റേഞ്ചിൽ വരുമ്പോൾ അതും സ്റ്റേബിൾ ആവും. ഓക്കെ, എഴുതിക്കോ. ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഫോർ മാസ് നമ്പർ <3. Average binding energy per nucleon. Average binding energy per nucleon for mass number. Average ഞാൻ പയ്യെ പറയുന്നു, നീ എഴുതിയിട്ടേ പോകുന്നുള്ളൂ. Average binding energy per nucleon for mass number <3. അത് ഏതൊക്കെയാന്ന് മനസ്സിലായില്ല? <3 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരാ? ഹൈഡ്രജന്റെ ഐസോട്ടോപ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, <3 ഈസ് വെരി സ്മോൾ. ബൈൻഡിങ് എനർജി കുറവായിരിക്കും. മാസ് കുറഞ്ഞാൽ ബൈൻഡിങ് എനർജി കുറയും. അതാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചേക്കുന്നത്. ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഫോർ മാസ് നമ്പർ <3 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ബൈൻഡിങ് എനർജി കുറവായിരിക്കും. ഇനി അടുത്തത് സം ന്യൂക്ലിയൈ. Some nuclei with mass number 3 to 20. ഇനി 3 to 20 വരെയുള്ള കേസ്. ഫസ്റ്റ് പറഞ്ഞത് <20, അവർക്ക് ബൈൻഡിങ് എനർജി ഒട്ടും ഇല്ല. ഓക്കെ, അടുത്തത് 3 to 20. സം ന്യൂക്ലിയൈ വിത്ത് മാസ് നമ്പർ 3 to 20, 3 തൊട്ട് 20 വരെയുള്ളത്. ഹാവ് ലാർജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ.
have large binding energy per nucleon. Have large binding energy per nucleon than their neighboring nuclei. അതായത് നെയ്ബറിംഗ് ന്യൂക്ലിയനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ബൈൻഡിങ് എനർജി ഉണ്ട്, എന്നാലും അവർ സ്റ്റേബിൾ അല്ല. എഴുതുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പിന്നെ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. നന്ദന, അഭിനവിനും ബോർഡ് കാണില്ലെങ്കിൽ ഓക്കെ. ബോർഡ് കാണുന്നില്ലേ നിനക്ക്? ഓക്കെ. സെന്റൻസ് എഴുതിയായിരുന്നോ ഞാൻ പറഞ്ഞത്? എഴുതി. ഓക്കെ. അപ്പോ അതിന് എക്സാമ്പിൾസ് എഴുതിക്കോ. ഫസ്റ്റ് വണ്ണിന് എക്സാമ്പിൾ ഏതാ എഴുതിയ? ലൈറ്റർ ന്യൂക്ലിയർ എന്ന് പറയുമ്പോ ഏതാ എഴുതാ? ഫസ്റ്റ് പറഞ്ഞത് <3, മാസ് നമ്പർ <3 ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതിക്കേ. ഹൈഡ്രജൻ. അടുത്തതെന്ന് പറയുമ്പോ സം ന്യൂക്ലിയൈ ഹൂസ് മാസ് നമ്പർ ഇസ് ബിറ്റ്വീൻ 3 to 20. 3ക്കും 20ക്കും ഇടയിലുള്ളതിന് ലാർജ് ബൈൻഡിങ് എനർജി ഉണ്ട് കമ്പയർഡ് ടു നെയ്ബറിംഗ്. അതായത് നെയ്ബറിംഗ് എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിന് എന്തുണ്ട്? ബൈൻഡിങ് എനർജി ഉണ്ട്, പക്ഷെ അതും സ്റ്റേബിൾ അല്ല. അതിന് എക്സാമ്പിൾസ് എഴുതിക്കോ. ഹീലിയം 2 4, കാർബൺ ഇത് എഴുതിക്കോ, ഓക്സിജൻ. ഹീലിയം കാർബൺ ഓക്സിജൻ. ഹീലിയം കാർബൺ ഓക്സിജൻ <3, പിന്നെ ഫോർ മാസ് നമ്പർ 3 to 20. 3ക്കും 20ക്കും ഇടയിൽ വരുന്ന ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലേ? സം ന്യൂക്ലിയർ whose mass number between 3 to 20 have large binding energy per nucleon than their neighboring nuclei. Examples എഴുതിക്കോ. ഹീലിയം കാർബൺ ഓക്സിജൻ. ഓക്കെ. ഇനി അടുത്തത്, അപ്പോ നമ്മൾ 3 കാറ്റഗറി. ഇപ്പൊ ഫസ്റ്റ് കാറ്റഗറി <3 ആണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞത് 3ക്കും 20ക്കും ഇടയിലുള്ളത്. ഇനി അടുത്തത് 30ക്കും 56നും ഇടയിലുള്ളത്. ഫോർ 30 to 56 അതും അതേ ലെവലിൽ തന്നെ, ഈ പറയുന്ന ലെവലിലേക്ക് തന്നെ വരുള്ളൂ. സ്റ്റേബിൾ അല്ല. ഇനി 30ക്കും 56നും ഇടയിലുള്ളത് binding energy per nucleon increase gradually. അത് അപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും till attain a maximum value. ഇപ്പോ എന്താ പറയാ 30 to 58 60 വരെയൊക്കെ വേണമെങ്കിൽ പോവാം. ഓക്കെ, ഞാനത് റേഞ്ച് പറയുന്നേ ഉള്ളൂ, എക്സാക്ട് പറയുന്നതല്ല. ഇപ്പൊ 30ക്കും 60ക്കും ഇടയിലുള്ളത്. ഓക്കെ, ആ എലമെന്റ്സ് എല്ലാം എന്ത് ചെയ്യും? ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന അവരുടെ കേസിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. till attain a maximum value. മാക്സിമം വാല്യൂ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റേബിൾ ആവാനുള്ള വാല്യൂ. അത് സ്റ്റേബിൾ ആകുന്നത് വരെ അവരുടെ കേസിൽ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. ഏതിന്റെ കേസാ? മാസ് നമ്പർ ഇസ് ബിറ്റ്വീൻ 30 to 60 അല്ലെങ്കിൽ 30 to 58 ആ ഒരു റേഞ്ചിലുള്ള എലമെന്റ്സിന്റെ എന്ത് ചെയ്തോണ്ടിരിക്കും? ബൈൻഡിങ് എനർജി ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും till attain a maximum value. എവിടെ വരെ എഴുതി? ഓക്കെ. ഇനി അടുത്ത അതിന്റെ ബ്രാക്കറ്റിൽ സ്റ്റേബിൾ എലമെന്റ്സിന്റെ എക്സാമ്പിൾസ് എഴുതിക്കോ. Thus iron, nickel are the stable elements. നമ്മളെ ഗ്രാഫ് വെച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഇവിടേക്ക്, അതായത് 1 തൊട്ട് ഏകദേശം നിക്കൽ വരെയുള്ള കേസിൽ നോക്കിയ ഗ്രാഫിന്റെ ഇതിൽ നമുക്ക് പറയാം ഇവരുടെയൊക്കെ ബൈൻഡിങ് എനർജി എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇൻക്രീസ് ചെയ്താണ് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും സ്റ്റേബിൾ അല്ല. ഓക്കെ, സ്റ്റെബിലിറ്റി കുറവാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നിക്കൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുതാനുള്ള ഞാൻ പറയുന്നത്, നിക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ബൈൻഡിങ് എനർജി എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? കുറഞ്ഞോണ്ടായിരിക്കുന്നത്. എന്നാലും എന്തല്ല? സ്റ്റേബിൾ അല്ല. മനസ്സിലായ? ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള കേസ് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരെ 30 വരെ പറയുമ്പോൾ ബൈൻഡിങ് എനർജി ഗ്രാജുവലി ഇൻക്രീസിംഗ് ആണ്. പിന്നെ ഹൈഡ്രജൻ ഭയങ്കര ലൈറ്റ് എലമെന്റ് ആയതുകൊണ്ടാണ് ബൈൻഡിങ് എനർജി നമ്മൾ കുറവാന്ന് പറഞ്ഞത്. ബാക്കി എല്ലാത്തിന്റെയും ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും സ്റ്റേബിൾ അല്ല. അയേണും നിക്കലും എന്ന് പറയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആണ്, അത് സ്റ്റേബിൾ എലമെന്റ്സ് ആണ്. പിന്നെ അതായത് ഇനി അടുത്ത മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മാസ് നമ്പർ ഈസ് ബിറ്റ്വീൻ 56നേക്കാളും കൂടുതലാണെങ്കിൽ എന്താ ചെയ്തോണ്ടിരിക്കുക? കുറഞ്ഞോണ്ടിരിക്കും. 56നേക്കാളും കൂടുതലെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 120 തൊട്ട് എടുത്താൽ മതി.
എബവ് 120. 120നേക്കാളും കൂടുതലാണെങ്കിൽ അവരെന്തായിരിക്കും? അവരും സ്റ്റേബിൾ അല്ല. അതിന് എക്സാമ്പിൾ ആണ് യുറാനിയം. എഴുതിക്കോ. ആവറേജ് ബൈൻഡിങ് എനർജി ഫോർ ന്യൂക്ലിയൈ ഹൂസ് മാസ് നമ്പർ ആവറേജ് ബൈൻഡിങ് എനർജി വേണ്ട, സെന്റൻസ് ഞാൻ മാറ്റി പറഞ്ഞതാ. ഫോർ ന്യൂക്ലിയൈ ഹൂസ് മാസ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 56 ഓർ 120, 100 ഒക്കെ പറയാട്ടോ. 56 എന്ന് നമ്മളിപ്പോ 56 അല്ലെങ്കിൽ 60 എന്ന് കൊടുത്താലും മതി. നോക്കിക്കേ, ഇത് കണ്ടോ റേഞ്ച്? നോക്കിക്കേ, റേഞ്ച് നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഒരു ഗ്രാഫ് വൈസ് പറയുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോ നിക്കൽ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. നിക്കലിന്റെ മാസ് നമ്പർ എത്ര? 58. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്? കുറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ 58 കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള എലമെന്റ്സ് ആണ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? കുറയാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു 100 കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും. ഇവിടെ ഒക്കെ എലമെന്റ്സ് ഉണ്ട്, മനസ്സിലായി? അപ്പൊ ഏകദേശം ഒരു 100 കഴിഞ്ഞ് നമുക്ക് അവിടെ തൊട്ട് പറഞ്ഞാലും പ്രശ്നമില്ല. ഫോർ മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 100 ശേഷമാണ് കുറയാൻ തുടങ്ങിയത്, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ഫോർ മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 58 ശേഷമാണ് കുറയാൻ തുടങ്ങിയത്. ആ റേഞ്ചിൽ തന്നെ ഏത് നമ്പർ നമുക്ക് പറയാം. അപ്പൊ എന്താ എഴുതിയ? ഫോർ മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 56 അല്ലെങ്കിൽ 100 എന്ത് വേണേലും എഴുതിക്കും. ആ റേഞ്ചിൽ തന്നെ ഏത് നമുക്ക് മാസ് നമ്പർ എഴുതാം. 16, 100, 56 എന്ന് തന്നെ കൊടുത്തു. 56 their binding energy per nucleon decreases. എക്സാമ്പിൾ യുറാനിയം. യുറാനിയം എന്ന് പറയുന്നത്, യുറാനിയം ആണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള എലമെന്റ്. പക്ഷെ എന്നാലും അതിന് സ്റ്റെബിലിറ്റി ഇല്ല, മനസ്സിലായോ? എടുത്തിക്കോ. യുറാനിയം, ഫോർ എക്സാമ്പിൾ യുറാനിയം, വൺ ഓഫ് ദ ഹെവിയസ്റ്റ് എലമെന്റ് യുറാനിയം. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്, അപ്പൊ ഇത് വഴിയാണ് കൺക്ലൂഷൻ എന്താ പറയാ? ഗ്രാഫിന്ന് നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രാഫിന്റെ ഒബ്സർവേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഗ്രാഫ് വരച്ചു, ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അത് മാത്രമോ പറഞ്ഞേക്കുന്നത്. 8.8. അപ്പോ നമുക്ക് ഇവിടെ നിന്ന് എന്താ മനസ്സിലായത്? ഈ ഗ്രാഫിന്റെ ഒബ്സർവേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞത്. കുറച്ച് എലമെന്റ്സ് സ്റ്റേബിൾ ആണ്, കുറച്ച് എലമെന്റ്സ് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്നത് ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്ന? പ്രോസസ്സ് പറയാൻ പോകുന്നത്. നടക്കുന്ന പ്രോസസ്സ് ഏതൊക്കെയാ? 2 പ്രോസസ്സാണ് നടക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഓക്കെ, ഫ്യൂഷൻ പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? ഇവര് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവുന്ന ഒരു എലമെന്റ്, ആ എലമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെ? ആ ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എഴുതിക്കോ. ഫ്യൂഷനും ഫിഷനും കൂടെ എഴുതിക്കോ. ആദ്യം ഫ്യൂഷൻ എഴുതിക്കോ. ഫ്യൂഷൻ നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതിയാലും പ്രശ്നമില്ല, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലല്ലേ? when two or more lighter nuclei ലൈറ്റർ ന്യൂക്ലിയൻ എക്സാമ്പിൾ ഏതാ? ഇതിലുള്ള എക്സാക്ട് സെന്റൻസ് അല്ലാട്ടാ ഞാൻ പറയുന്നത്, ഞാൻ മാറ്റിയാ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നോക്കിയാൽ മതി. when two or more lighter nuclei combines to form a heavier nuclei, when two or more lighter nuclei combines to form a heavier nuclei, then the binding energy, അപ്പൊ heavier nuclei യുടെ binding energy എങ്ങനെയാകും? അതായത് when two or more, ആലോചിച്ച് ആ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ വേണ്ടിയാ പറയുന്നത്. when two or more lighter nuclei combines to form a heavier nuclei, so the binding energy of heavier nuclei എങ്ങനെയാകും? മറ്റേതിനേക്കാളും കൂടത്തില്ലേ? ഹെവിയർ ആവും. ബൈൻഡിങ് എനർജി ഹെവി ന്യൂക്ലിയസ് ആവണല്ലേ? അപ്പൊ ഹെവി ന്യൂക്ലിയസ് ആവുമ്പോൾ അതിന്റെ എന്ത് ചെയ്യും? മോർ ദാൻ ആവില്ലേ ലൈറ്റർ ന്യൂക്ലിയനേക്കാളും. when two or more lighter nuclei combines to form a heavier nuclei, the binding energy per nucleon of heavy nuclei become more than the lighter nuclei. ഒന്നുകൂടെ പറയാനാ. when two or more lighter nuclei combines to form a heavier nuclei, illada, combines to form a heavier nuclei, the binding energy per nucleon of heavier nucleus is more than the lighter nucleus. കഴിഞ്ഞ ചാപ്റ്റർ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇല്ല പഠിപ്പിച്ചോ? ഫിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇനി കുറച്ചും കൂടെ.
ആ ഒരു പ്രോസസ്സ് കാണിക്കാനുണ്ട്, ഇക്വേഷൻ പറഞ്ഞ് കാണിക്കാനുണ്ട്, അതേ ഉള്ളൂ. ഫിഷനും ഫ്യൂഷനും ഒന്നുകൂടെ പറയാനുണ്ട്. ഫിഷൻ എഴുതില്ല, ഫ്യൂഷനും കൂടെ എഴുതിക്കോ, എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. ഫോഴ്സ് തൊട്ട് തുടങ്ങണം. ആ അതാണ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഫ്യൂഷൻ കൂടെ എഴുതിക്കുക, വേഗം എഴുതും. ഫ്യൂഷൻ അല്ലേ നമ്മളിപ്പോ എഴുതി. ഇനി ഫിഷൻ എഴുതിക്കുക. ഫിഷൻ ഒന്ന് എഴുതിക്കുക. എങ്ങനെയാ വരിക ഫിഷൻ എന്ന് പറയുമ്പോ? മറ്റേത് 2 or more lighter nuclei combines to form a heavier nuclei. 2 or more heavy അല്ലല്ലോ, ഒരു ഹെവി അല്ലേ സ്പ്ലിറ്റ് ആവുള്ളൂ. പിന്നെ ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് അപ്പ് ഇൻടു 2 or more lighter nuclei ആയിട്ട് മാറും. when a heavier nuclei split up into 2 or more lighter nuclei അങ്ങനെ എന്തെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ lighter nuclei, binding energy per lighter nuclei എന്താവും? is more than that of heavy nuclei. നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. രണ്ട് ഇക്വേഷനും കൂടെ പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. ഈ രണ്ട് ഇക്വേഷൻ മാത്രമേ പറയാനുള്ളൂ എന്താ സംഭവിക്കാന്ന്. ഹെവി ന്യൂക്ലിയസ് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈറ്റർ ന്യൂക്ലിയസ് ജോയിൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, അതുപോലെ ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റർ ന്യൂക്ലിയസ് ഉണ്ടാവും. ഒരു മിനിറ്റ്.